കളരിവിളക്കു തെളിഞ്ഞതാണോ? കാക്ക കുളിച്ചാലേ നോക്കാവില്ല. നന്നായിട്ടുണ്ട്. അത് പിന്നെ ഈ മൂക്കിന്റെ താഴെ ഒരു കുരു. മുക്കിന്റെ താഴെ എന്ന് പറയുമ്പോ വായുടെ മുകളിലെ. വായുടെ മുകളിൽ എന്ന് പറയുമ്പോ മീശയില് മീശയിൽ ഒരു കുരു. മീശയില് കുരു. അപ്പൊ അതിന് ഈ കരി എടുത്ത് വെച്ചാ പോവത്രേ. ഇങ്ങനെ പോണെങ്കിൽ കൂട്ട കുരു ആവും. അതെ, ഇങ്ങനെയൊന്നും അല്ല തേക്കേണ്ടത്. അല്ല, അത് പിന്നെ ഇവിടെ ഒരു അലർജി ഉള്ളതുകൊണ്ട് ഇങ്ങനെ. അല്ല, എനിക്കറിയാം, സൂക്കേട് എനിക്കറിയാം. എന്ത് സൂക്കേട്? അല്ല, ഈ ഇപ്പൊ ഇവിടെ വാടകക്കാര് വരണമെന്ന് പറഞ്ഞില്ലേ അളിയന്റെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞേ. 20 വയസ്സായ മോനും 50 വയസ്സായ തള്ളയും അല്ലേ? ആണോ? 46 വയസ്സായിട്ടോ. 50 ആരോടൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. 46 ഉള്ളൂ. ഒന്നുകൂടെ 46 ആണല്ലോ? ഉറപ്പാണ്? അതെന്താ അങ്ങനെ പറയണ? അതിന് ആർക്കോ എന്തോ എത്ര വയസ്സോ ആരായിക്കോട്ടെ, നമുക്ക് കറക്റ്റ് മാസം വാടക കിട്ടണം, അത്രേ ഉള്ളൂ. പിന്നല്ലാതെ എന്താ അമ്മാവാ. അതെ, ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണെന്ന് എനിക്കറിയാം. വെറുതെ തറവാട്ട് പറഞ്ഞവരെ കുറിച്ച് അപവാദം പറയരുത്. അപ്പൊ തറവാടിയാണെന്നൊക്കെ അന്വേഷിച്ചല്ലേ? പിന്നെ നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ അത്യാവശ്യം തറവാടികൾക്കൊക്കെ നോക്കിട്ടേ കൊടുക്കാവൂ. അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ഇല്ല ഇതിന്റെ പിന്നില്. എടാ, ഇന്ത്യയിലെ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ശ്രീലങ്കയെന്നോ വേറെ പാകിസ്ഥാനിൽ നിന്നോ കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ. എടാ, നീ എന്താ ഈ കല്യാണത്തിന്റെ കാര്യം അനാവശ്യമായിട്ട് ഓരോന്ന് തീരുമാനിക്കണേ? ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞത്. അതെ, ഇവിടെ വാടകക്കാരെ താമസിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതെ, ഇല്ലാത്ത എന്ത് കഥ പറഞ്ഞ് നീ മുടക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. അനകേശൻ ഒന്ന് തീരുമാനിച്ചാണ്, ഇവിടെ വാടകക്കാര് വരും. പുറത്തുനിന്ന് ഒരാളെ ഇതൊക്കെ വൃത്തിയാക്കാൻ നിർത്തണമെങ്കിൽ കുറഞ്ഞത് 1500 കൊടുക്കണം. മര്യാദക്ക് പൈസ തരാൻ പറയണം കനകനോട്. അല്ല, പിന്നെ നീ എന്തിനാ ചാർജ് പറയാതെ കയറി നിന്ന് തുടയ്ക്കാൻ നിന്നത്? നിനക്ക് പറഞ്ഞുകൂടായിരുന്ന നേരത്തെ? അമ്മയല്ലേ എന്നെ ഉന്തിത്തള്ളിനകത്തോട്ട് വിട്ടത്. ഒരു സഹോദരന് വേണ്ടി ഇതൊന്നും ചെയ്യണമെന്ന് പറഞ്ഞ ഇത്രയും സഹോദരൻ എനിക്ക് എന്റെ പൊന്നെ, എന്റെ നടു പൊട്ടുന്നു. കഴുതാണെങ്കിൽ തിരിക്കാനും പിരിക്കാനും വയ്യ. അങ്ങോട്ട് ചെടി വേണ്ട എന്തെങ്കിലും കൂടെ അങ്ങോട്ട്. അവക്കൊരു കുഴപ്പമില്ലല്ലേ? പിന്നെ വല അടിച്ച് അങ്ങോട്ട് കുഞ്ഞ് 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 അങ്ങോട്ട്. ദൈവം, ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ട് ആരാ വന്നെയാവോ ഇവിടെ? ആര് വരാൻ? ഒരു അമ്മയും മോനും അല്ലേ ഉള്ളു, കൊച്ചും കുട്ടികളും ഒന്നുമില്ല വീട് വൃത്തിയിടാക്കാൻ. എന്താ വേണം? കൊച്ചു പിള്ളേർ ആ ചെറുക്കൻ കള്ളു കുടിക്കണ ചെറുക്കനാണെങ്കിലോ? അല്ലമ്മേ, അളിയന്മാരും എല്ലായിരുന്നെങ്കിൽ ഇതിനേം കാട്ടും കുഴപ്പമില്ലായിരുന്ന. ഓ, അളിയന്മാരാണെങ്കിൽ ഇല്ല കുഴപ്പം. ഇവിടുത്തെ അളിയാനും അളിയനും തമ്മിൽ എന്തോന്ന് അടി കുഴപ്പം? ക്ലീറ്റസും കനകനും അവന്റെ ഒരു കുഴപ്പവും ഇല്ല. കൊച്ചു വർത്താനവും കൊണ്ട് വന്നിരിക്കുന്നത് അവള്. അവള് പറഞ്ഞത് ശരിയാ, അളിയന്മാരാണെങ്കിൽ കച്ചറുണ്ടാവും. പക്ഷെ അത് അമ്മയും മകനും മാത്രല്ലേ ഉള്ളൂ. മകൻ രാവിലെ ജോലിക്ക് പോയി പറഞ്ഞ ആ പാവ തള്ള മാത്രല്ലേ ഇവിടെ ഉണ്ടാവും. ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തോ നടി ഇതെന്തോ നട ഈ ഞാൻ ബാക്കിലോട്ട് എത്തുമ്പോണ്ടല്ലോ മറ്റേ കരിക്കലുണ്ടല്ലോ, കരിക്കലത്തിൽ തലയിട്ടിട്ട് ഇങ്ങനെ നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ കരിയായിട്ടുണ്ട്, അതൊക്കെ തുടച്ചോളാം. അതാ പറഞ്ഞ തങ്കം, ഓരോരുത്തർ വീട് ഇങ്ങനെ അന്വേഷിച്ച് വരികയല്ലേ. അപ്പൊ നമ്മള് കുറച്ച് സ്റ്റാൻഡേർഡിലൊക്കെ നിക്കണ്ടേ? സ്റ്റാൻഡേർഡിൽ നിൽക്കണം. ഇത് വേർക്കുമ്പോ ഇവിടെയൊക്കെ വരും. എന്നാ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കും. അതെ, അങ്ങനെയാണെങ്കിൽ 2-3 ഗ്ലാസ് ചായയും മിച്ചറൊക്കെ എടുത്തോ. അവര് താമസിക്കാൻ പറഞ്ഞവർ ആദ്യമായിട്ട് വീട് കാണില്ല, അവർക്കും കൊടുക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ ഇത് വീട് കാണിക്കലാണോ അതോ ഇനി ആള് കാണിക്കൽ വല്ല പരിപാടിയാണോ? അത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് ചായ കൊടുക്കണല്ലോ, അങ്ങനെയൊന്നും ഇല്ല. എന്താ സംശയം? കണ്ടോ, അമ്മയും മകനും ഡൈവേഴ്സായ അമ്മയും മകനും. അതെ, ഇതന്നെ വീട്. കാത്തിരിക്കായിരുന്നു. വരൂ. ഞാനാണ് അഴകേശൻ. കൃഷ്ണൻ പറഞ്ഞില്ലേ ഈ വീട്ടിലെ അമ്മാമൻ. ഇത് കണ്ടോ, എന്റെ ചേച്ചിയുടെ മോള് തങ്കം. ഇത് ചേച്ചി ക്ലീറ്റസ്, ടക്കിളി. അല്ല, ഇനിയിപ്പോ കൂടുതൽ പരിചയപ്പെടാലോ. വരൂ, കയറിയിരിക്കാം. അതല്ല ചേട്ടാ, ഈ പുതുമംഗലത്ത് വീട് ഇതല്ലേ? പുതുമംഗലത്ത് വീടല്ലത്. അത് കൃഷ്ണനെ അഡ്രസ് പറഞ്ഞപ്പോ തെറ്റിയതാവും. മോനല്ലേ? അതെ, മോനാണ്. ഇത് മോന്റെ ഡൈവേഴ്സായ അമ്മയല്ലേ?
അതമ്മാവൻ വെറുതെ ഈ വീട്ടിലെ ഒരു അമ്മയും മോനും വരാറുണ്ട് വാടകയ്ക്ക് താമസിക്കാൻ. സത്യത്തില് പിന്നെ നിങ്ങൾ വീട് വാടകയ്ക്ക് നോക്കാൻ വന്ന ആളല്ലേ? അല്ല അല്ല അല്ല, പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകാൻ വന്നതാണ്? മരണം നടന്ന വീട് പുതുമംഗലത്ത് വീട്. മരണം നടന്നത് ഇവിടെ മരണം നടന്നു, അത് ഇപ്പൊ അല്ല, കുറെ വർഷം മുമ്പാ. അച്ഛൻ വൈദ്യരാണോ? വൈദ്യരൻ ഒരാഴ്ച മുമ്പല്ലേ? അതല്ലേ ആ വീടല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് മരണം നടന്ന ഒരാഴ്ചയായി. അത് മേളിൽ കയറിയിട്ട് അവിടെ ഒരു ബേക്കറി ഉണ്ട്, ബേക്കറിയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അവിടെ കറുത്ത കൊടി വെച്ചിട്ടുണ്ട്. അതാണ്. അപ്പൊ നിങ്ങൾ വാടകയ്ക്ക് വന്നതല്ല? അല്ല അല്ല അല്ല, വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടാ. ഇപ്പൊ ഈ പ്രായത്തിലുള്ള അമ്മയും മോനെ കണ്ട പുള്ളിക്ക് വാടകക്കാരാണെന്നൊരു സംശയം, അതുകൊണ്ടാ. ഒന്നും വിചാരിക്കണ്ട. Alien versus Alien.